ഇത് വെറും ഒരു സിനിമയല്ല, സമൂഹത്തിൽ നടക്കുന്ന ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ്. അവാർഡുകൾ വെറുതെ കിട്ടിയതല്ല എന്ന് തെളിയിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ് ഇതിലുള്ളത്. നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. മൂവിയുടെ ഫസ്റ്റ് സീനിൽ തന്നെ ഒരു കപ്പിളിനെയാണ് കാണിക്കുന്നത്. ഖദീജയും നാസറും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാറ്റിസ്ഫൈഡ് ആയ നാസർ എഴുന്നേറ്റ് പോയി കുളിക്കുന്നുണ്ട്. എന്നാൽ അതിൽ സാറ്റിസ്ഫൈ അല്ലാത്ത ഖദീജ സ്വയം മാസ്ട്രബേറ്റ് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന കണ്ട നാസർ അവളെ കുത്തി പറയുന്നുണ്ട്. കൺസർവേറ്റീവായ ഒരു മുസ്ലിം ഫാമിലിയിലെ മരുമകളാണ് ഖദീജ. അവളുടെ കുടുംബം വളരെ പാവപ്പെട്ടവരായിരുന്നു. ഖദീജയ്ക്ക് ഉമ്മയും ആങ്ങളയായ ഷാനവാസും മാത്രമാണുള്ളത്. അവളുടെ ഉപ്പ കടലിൽ മീൻ പിടിക്കാൻ പോയേ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പാരമ്പര്യമായി മീൻപിടുത്തക്കാരാണ് അവർ. ഭർത്താവ് നാസറിന്റെ ഫാമിലിയിൽ അവൾക്കത്ര വിലയൊന്നുമില്ല. അവളുടെ അമ്മായിയമ്മയ്ക്കും അവളെ അത്ര ഇഷ്ടമൊന്നുമല്ല. അവളെ ഒരു വേലക്കാരിയെ പോലെയാണ് അവർ ജോലിയെടുപ്പിക്കുന്നത്. ഒരു ദിവസം അവളുടെ അമ്മയുടെ അയൽവാസിയായ ഓമന എന്ന സ്ത്രീ അവളെ ഫോണിൽ വിളിക്കുന്നു. അവളുടെ അമ്മയ്ക്ക് ബുദ്ധിഭ്രമമുണ്ട്. അവർക്ക് അസുഖം വഷളായി എന്ന് അവർ അവളോട് പറഞ്ഞു. അത് കേട്ട ഖദീജ നാസറിനോട് അവിടേക്ക് പോകണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നാസറിന്റെ ഉമ്മയ്ക്ക് അതത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. നാസറും ഖദീജയും കൂടെ ഖദീജയുടെ വീട്ടിലെത്തുന്നു. ഖദീജയുടെ ഉമ്മ കടലിലേക്ക് പോകാൻ കാണുന്ന ഖദീജയും ഓമനയും അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഖദീജയോട് അവളുടെ ഉമ്മ വെള്ളിയാഴ്ച ഉപ്പയുടെ ആണ്ടാണെന്നും മട്ടൻ ബിരിയാണി വെക്കണമെന്നും പറയുന്നുണ്ട്. അവർ ഷാനവാസിനെ പറ്റിയും അന്വേഷിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി ഷാനവാസ് വീട്ടിലെത്തിയിട്ടില്ല. നാസറിനോട് ഖദീജ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുന്നു. അവൾ ഉപ്പയുടെ ആണ്ട് കഴിഞ്ഞതിന് ശേഷം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓമന പഞ്ചായത്ത് ഓഫീസിൽ പോയി എന്തോ ഡോക്യുമെന്റ് സൈൻ ചെയ്ത് കൊടുക്കാൻ പഞ്ചായത്ത് മെമ്പർ വന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറയുന്നു. ഖദീജയുടെ ഉപ്പ മരിച്ചതിന്റെ നഷ്ടപരിഹാരം ലഭിക്കാനായിരുന്നു അത്. ഖദീജയുടെ ഉമ്മ ഉപ്പയുടെ ആണ്ടിന് പള്ളിയിൽ കൊടുക്കാൻ വേണ്ടി പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് അവളുടെ ഉമ്മ അടുത്ത ഉപ്പയുടെ ആണ്ടെങ്കിലും നാട്ടുകാരെ എല്ലാവരെയും വിളിച്ച് ഗംഭീരമായി നടത്തണമെന്ന് പറയുന്നു. പള്ളിയിൽ ഉസ്താദ് ആണ്ടിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് നമുക്ക് കാണാം. അവിടെ വരുന്നവർക്കൊക്കെ ഖദീജ നെയ്യപ്പം കൊടുക്കുന്നുണ്ട്. ഉസ്താദ് പ്രാർത്ഥിച്ചതിന് ശേഷം പൈസയും ബാക്കി പലഹാരങ്ങളും വാങ്ങിക്കൊണ്ടു പോകുന്നു. അടുത്ത സീനിൽ ഖദീജയുടെ മകന്റെ സുന്നത്ത് കല്യാണം നടത്തുകയാണ്. അവിടെ ആടിനെ അറുത്ത മട്ടൻ ബിരിയാണിയാണ് എല്ലാവർക്കും കൊടുത്തത്. ഖദീജയുടെ ആങ്ങളയായ ഷാനവാസിന് തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന് പത്രത്തിൽ ന്യൂസ് വരുന്നു. പോലീസുകാർ വന്ന് നാസറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ന്യൂസ് പേപ്പറിൽ ഷാനവാസിനെ കുറിച്ച് വന്ന വാർത്ത ഖദീജയും കാണുന്നു. ഖദീജയെ NIA ഓഫീസേഴ്സ് ചോദ്യം ചെയ്യുകയാണ്. ഷാനവാസിനെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ സഹായിച്ചിരുന്നോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അവളുടെ ഉപ്പ കടലിൽ പോയി ജോലി ചെയ്ത പൈസയ്ക്കാണ് ഷാനവാസിനെ പഠിപ്പിച്ചതെന്നും തന്നെയും 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു, അതിനുശേഷം വിവാഹം കഴിപ്പിച്ച് അയച്ചു എന്നും പറയുന്നു. അതിനുശേഷം അവളുടെ ഉമ്മയും അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഷാനവാസ് അബൂബക്കർ എന്ന ഒരാളിന്റെ കൂടെയാണ് ജോലി അന്വേഷിച്ചു പോയതെന്ന് അവരുടെ ഉമ്മ പറഞ്ഞു. ഷാനവാസ് തീവ്രവാദികളുടെ കൂടെ ആണെന്നറിഞ്ഞ നാട്ടുകാർ ഖദീജയുടെ ഉമ്മയുടെ വീടിന് നേരെ കല്ലെറിയുന്നു. അടുത്ത ദിവസം പള്ളിയിൽ നിന്ന് ഉസ്താദ് വന്ന് ഖദീജയുടെ ഉമ്മയ്ക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഷാനവാസിന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളതുകൊണ്ട് അവരുടെ കുടുംബത്തെ മഹലിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത്. ഖദീജയും ഉമ്മയും ഷാനവാസിനെ പറ്റി അന്വേഷിക്കാൻ അബൂബക്കറിന്റെ അടുത്തെത്തുന്നു. ഷാനവാസിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നും ഇതു പറഞ്ഞ് അയാളുടെ വീട്ടിൽ വരണ്ട എന്നും പറഞ്ഞ് അബൂബക്കർ അവരെ പറഞ്ഞുവിടുന്നു. നാസറും അവൻ്റെ ഉമ്മയും ഒരു ജ്യോത്സ്യനെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ആ ജ്യോത്സ്യൻ ഒരാഴ്ചയ്ക്കകം ഖദീജയുമായുള്ള ബന്ധം വേർപെടുത്തിയില്ലെങ്കിൽ കുടുംബം നശിക്കുമെന്ന് പറയുന്നു. നസീറിൻ്റെ ഉമ്മ അയാളെ കൊണ്ട് 3 പ്രാവശ്യം തലാഖെന്ന് എഴുതിച്ച മെസ്സേജ് ഖദീജയ്ക്ക് അയപ്പിച്ച് അവളുമായുള്ള ബന്ധം വേർപിരിപ്പിക്കുന്നു. ഖദീജയുടെ ഉമ്മ കടലിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ട് ഖദീജ വീണ്ടും പിടിച്ചുകൊണ്ടുവരുന്നുണ്ട്. കുറച്ച് പോലീസുകാർ അവരുടെ വീട് പരിശോധിക്കാൻ എത്തുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. പോലീസുകാരിൽ ഒരാൾ സിഗരറ്റ് വലിക്കുന്ന കണ്ട ഖദീജയുടെ ഉമ്മ അവരോട് സിഗരറ്റ് ചോദിച്ചു. അത് അയാൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു. ആ സിഗരറ്റ് ഉപയോഗിച്ച് ഖദീജയുടെ ഉമ്മ ആ വീടിന് തീ വയ്ക്കുന്നു. ഖദീജയും പോലീസുകാരും തീ അണയ്ക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഖദീജയുടെയും ഉമ്മയുടെയും ഏക കിടപ്പാടം നഷ്ടമായിരിക്കുന്നു. അവർ രാത്രിയിൽ കടൽക്കരയിൽ ഇരിക്കുമ്പോൾ അബൂബക്കർ ഒരു കത്തും പൈസയുമായി അവരുടെ അടുത്ത് വരുന്നുണ്ട്. ഖദീജ ആ പൈസ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ആ കത്ത് വായിക്കുകയാണ്. അത് അബൂബക്കറിന്റെ കത്തായിരുന്നു. ഷാനവാസിനെ ജോലിക്ക് വേണ്ടി അയാളുടെ
അവളൊരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് വിട്ടതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഷാനവാസ് വേറെ എവിടേക്കോ പോയിരുന്നു. അവളുടെ ഉപ്പയുടെ ഡെത്ത് കോമ്പൻസേഷൻ ഫയൽ പഞ്ചായത്ത് മെമ്പർ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണെന്നും ഡിവോഴ്സിന് ശേഷം കുട്ടിയെ വിട്ടുകിട്ടാൻ കോർട്ടിൽ കേസ് കൊടുത്തിട്ടും കാര്യമില്ല എന്നും പള്ളിയും നാട്ടുകാരും അവർക്കെതിരായതുകൊണ്ട് അവരോട് നാടുവിട്ട് തമിഴ്നാട്ടിലെ ആറ്റിൻകര പള്ളിയിലേക്ക് പോകാനും ഷാനവാസ് തിരിച്ചു വരുന്ന കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്നതുവരെ അവിടെ താമസിക്കാനും അബൂബക്കർ ആ കത്തിൽ പറയുന്നു. ആ പള്ളിയിലെ ട്രസ്റ്റിയായ സുബൈറിന്റെ നമ്പർ അതിൽ കൊടുത്തിട്ട് അതിൽ വിളിക്കാനും ആ കത്തിൽ പറയുന്നുണ്ട്. ഖദീജയും ഉമ്മയും ആ പള്ളിയിലെത്തി സുബൈറിന്റെ നമ്പറിൽ വിളിക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഖദീജ ആ പള്ളിയിലെ ഉസ്താദിനെ കാണുന്നുണ്ട്. അയാളുടെ പേര് ബിജ്ലി എന്നാണ്. സുബൈറിനെ അന്വേഷിച്ചു വന്നതാണെന്ന് പറയുമ്പോൾ സുബൈർ ആ പള്ളിയിൽ വന്നൊരു പെൺകുട്ടിയുമായി ഒളിച്ചോടിയെന്ന് അയാൾ പറയുന്നു. സുബൈറിന് തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന് അവിടെയുള്ളവരൊക്കെ വിശ്വസിക്കുന്നതായും അയാൾ പറഞ്ഞു. ബിജ്ലി ഖദീജയ്ക്കും ഉമ്മയ്ക്കും ആ ദർഗയിൽ താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നു. ബിജ്ലിയുടെ സഹായത്തോടെ അവർ ആ ദർഗയിൽ താമസിക്കുകയും ഹോസ്പിറ്റലിൽ ഉമ്മയെ കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നു. ഖദീജ അബൂബക്കറിനെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളുടെ നമ്പർ കിട്ടുന്നില്ല. അപ്പോൾ അവൾ തൻ്റെ എക്സ് ഹസ്ബൻഡായ നാസറിനെ ഫോണിൽ വിളിക്കുന്നു. ഖദീജ മകനെടുത്ത് സംസാരിക്കണമെന്ന് പറയുന്നു. അപ്പോഴേക്കും അയാൾ രണ്ടാമത് വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ മകന് ഫോൺ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അടുത്ത ദിവസം രാത്രിയിൽ ഖദീജ ദർഗയിൽ താമസിച്ചുകൊണ്ടിരുന്ന ചില സ്ത്രീകൾ പ്രോസ്റ്റിറ്റ്യൂഷന് പോകുന്നത് കാണുന്നു. കാര്യം ബിജ്ലിയുടെ അടുത്ത് പറയാൻ വേണ്ടി അയാളുടെ റൂമിലേക്ക് അവൾ പോകുന്നു. അവൾ അയാളുടെ റൂമിന്റെ വാതിൽ തട്ടാതെ വിൻഡോ ഓപ്പൺ ചെയ്തു നോക്കുന്നു. ബിജ്ലി തന്റെ റൂമിൽ മാസ്ട്രബേറ്റ് ചെയ്യുകയായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. രണ്ടുപേർക്കും വല്ലാതൊരു നാണക്കേടാകുന്നു. അടുത്ത ദിവസം ഖദീജ ഉള്ളി തൊലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബിജ്ലി അടുത്തു വന്ന് അയാളുടെ കുടുംബത്തെ പറ്റി സംസാരിക്കുന്നു. അയാളുടെ കുടുംബം ഒരു ഉരുൾപൊട്ടലിൽ മരിച്ചിരുന്നു. അയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ആ ഉരുൾപൊട്ടലിൽ. അടുത്ത ദിവസം ബിജ്ലി ഖദീജയ്ക്കൊരു ന്യൂസ് പേപ്പർ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതിൽ കാശ്മീരിലെ തീവ്രവാദ പരിശീലന ക്യാമ്പിലെ വെടിവെപ്പിൽ മരണപ്പെട്ടവരുടെ വാർത്തയായിരുന്നു. അതിൽ അവളുടെ സഹോദരൻ ഷാനവാസിന്റെ ഫോട്ടോയും പേരും ഉണ്ടായിരുന്നു. അതുപോലെ തീവ്രവാദത്തിനു വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന കേരളത്തിലെ ഏജന്റായ അബൂബക്കർ പിടിയിൽ എന്ന വാർത്തയും അതിൽ കാണുന്നു. അവൾ ആ ന്യൂസ് അവളുടെ ഉമ്മ കാണാതിരിക്കാൻ വേണ്ടി മറച്ചു പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് ദൂരെ പോയി നിന്ന് കരയുകയാണ്. അപ്പോൾ ബിജ്ലി വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. ബിജ്ലി തനിക്ക് ഉരുൾപൊട്ടലിൽ നിന്ന് നഷ്ടപരിഹാരമായി ലഭിച്ച വീടിന്റെ ചാവിയും നഷ്ടപരിഹാരം ലഭിച്ച പൈസയിട്ട ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കും ഖദീജയ്ക്ക് കൊടുക്കുന്നു. അവളെയും ഉമ്മയും അയാളുടെ നാട്ടിലേക്ക് വിടുകയാണ്. അവർ അങ്ങനെ അയാളുടെ നാട്ടിൽ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു. ഖദീജയെ തേടി ഒരു ന്യൂസ് റിപ്പോർട്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ലേഡി റിപ്പോർട്ടർ ഖദീജയുടെയും ഉമ്മയുടെയും ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഖദീജയ്ക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകാനും അവർ സഹായിച്ചു. ഖദീജ ഭക്ഷണം വാങ്ങിക്കുന്ന കടയിലെ ചായക്കടക്കാരൻ അവളുടെ പിന്നാലെ വരുന്നുണ്ട്. അവൾ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ആ ലേഡി റിപ്പോർട്ടർ അവിടെ വന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പറിൽ നിന്ന് ഷാനവാസ് മരണപ്പെട്ടുവെന്ന് ഖദീജയുടെ ഉമ്മ അറിയുന്നു. അവർ വല്ലാതെ സൈലന്റ് ആയി പോകുന്നു. ഖദീജയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് ഒരു റൂമിൽ കയറി വാതിലടച്ചിരിക്കുന്നു. ഖദീജ ആ റൂമിലേക്ക് കയറുമ്പോൾ അവളുടെ ഉമ്മ വയലന്റായി പെരുമാറുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞ് ഉമ്മയുടെ ഒരു അനക്കവും ഇല്ലാത്തത് കൊണ്ട് അവൾ റൂമിൽ കയറി നോക്കുമ്പോൾ ഉമ്മ മരിച്ചു കിടക്കുന്നത് അവൾ കണ്ടു. ന്യൂസ് റിപ്പോർട്ടർ ഖദീജയുടെ ഉമ്മയെ പള്ളിയിൽ ഖബറടക്കാൻ വേണ്ടി ഉസ്താദിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ജമാഅത്ത് ഊരുവിളക്കിയ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ പള്ളിയിൽ അടക്കാൻ സാധിക്കില്ല എന്ന് അയാൾ തീർത്തും പറയുന്നു. ലാസ്റ്റ് ഖദീജയുടെ ഉമ്മയുടെ ഡെഡ് ബോഡി ഒരു ശ്മശാനത്തിൽ കത്തിക്കുകയാണ്. ഖദീജ ശ്മശാനത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ആ ചായക്കടയിലേക്ക് കയറുന്നു. ചായക്കടക്കാരനോട് അവളുടെ പിന്നാലെ വരാൻ വേണ്ടി അവൾ സിഗ്നൽ കൊടുക്കുന്നു. അവൾ എന്നിട്ട് വീട്ടിലേക്ക് കയറിയപ്പോൾ അയാളും പിന്നാലെ കയറി വാതിലടച്ചു. അവർ രണ്ടുപേരും ഫിസിക്കലി ഇന്റിമേറ്റ് ആകുകയാണ്. ഖദീജ തൻ്റെ ഉമ്മ മരിച്ചതിൻ്റെ സങ്കടവും ഒറ്റപ്പെടലും മറയ്ക്കാൻ വേണ്ടി ആ സമയത്ത് മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാക്കുന്നുണ്ട്. ഖദീജ തൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന എല്ലാ പണവും എടുത്ത് ബിജ്ലിക്ക് കൊടുക്കുന്നു. എന്നിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ അയാളോട് പറയുന്നുണ്ട്. ഖദീജ ലൈഫിൽ സ്വന്തമായി ഒരു തീരുമാനമെടുത്ത് ആ ചായക്കടക്കാരൻ്റെ സഹായത്തോടെ പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറുന്നു. ആ ചായക്കടക്കാരനാണ് അവൾക്ക് ക്ലയൻറ്റിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഖദീജ തൻ്റെ പേരും രൂപവും ഭാവവും മാറ്റിയാണ് ഈ തൊഴിലിലേക്ക് ഇറങ്ങിയത്. പലതരത്തിലുള്ള ആളുകളെയും അവൾ ഇതിലൂടെ കണ്ടുമുട്ടുന്നുണ്ട്. അവൾ ഈ തൊഴിലിൽ നിന്ന് ഒരുപാട് പൈസയും സമ്പാദിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഈ തൊഴിൽ മടുക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ഖദീജ താൻ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കുകയും ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. അവൾ വീണ്ടും അമ്മയാകാൻ പോകുന്നുവെന്ന് ബിജ്ലിയുടെ അടുത്ത് അവൾ പറഞ്ഞു. അയാളും അവളുടെ കൂടെ വന്ന് അവിടെ താമസിക്കാൻ തുടങ്ങുന്നു. ഖദീജയ്ക്ക് അവളുടെ ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നാട്ടുകാർ
നാട്ടുകാരെയെല്ലാം വിളിച്ച് ഉപ്പയുടെ ഡെത്ത് ആനിവേഴ്സറിയുടെ ചടങ്ങ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ബിജിലിയോട് പറയുന്നു. പള്ളിക്കാർ സമ്മതിക്കാതെ അത് നടത്താൻ പറ്റാത്തതുകൊണ്ട് റംസാൻ മാസത്തിൽ ഒരു ഇഫ്താർ വിരുന്നായി അത് നടത്താമെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഖദീജയുടെ നാട്ടിലേക്ക് പോകുന്നു. അവിടെ രണ്ടുപേരും ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നു. ഖദീജയും ബിജിലിയും അവളുടെ കത്തിക്കരിഞ്ഞ വീട് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇഫ്താർ വിരുന്നിന് ഇൻവിറ്റേഷൻ അടിച്ച് അമ്പലത്തിലെ പൂജാരിക്ക്, പൊളിറ്റിക്കൽ പാർട്ടിയിലെ പൊളിറ്റീഷ്യന്, പള്ളിയിലെ ഉസ്താദിന് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഖദീജ അവളുടെ പഴയ ഭർത്താവായ നാസറിനെയും അതിന് ക്ഷണിക്കുന്നുണ്ട്. അവിടെ അവൾ വന്നിട്ട് പോലും അവളുടെ കുട്ടിയെ അവളെ കാണിക്കാൻ അയാൾ സമ്മതിക്കുന്നില്ല. സമൂഹത്തിലെ ഉയർന്ന ആളുകളെയൊക്കെ വിളിച്ച ശേഷം അടുത്ത ദിവസം മുതൽ അവൾ നാട്ടുകാരെ വിളിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴേക്ക് ബിജിലിയും ഖദീജയും താമസിച്ച ഹോട്ടലിലേക്ക് പോലീസുകാർ എത്തുന്നു. ഷാനവാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞ് അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാണ് അവർ വന്നത്. ഖദീജയെ പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്കല്ല, മറിച്ച് ഒരു പഴയ കെട്ടിടത്തിലേക്കാണ് കൊണ്ടുപോയത്. അവൾ സമൂഹത്തിലെ ഉന്നതരെയൊക്കെ വിളിച്ച് ഇഫ്താർ നടത്തുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ അവർക്ക് മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടിയെന്നും അതിനാണ് വിളിപ്പിച്ചതെന്നും പോലീസുകാർ പറഞ്ഞു. ഖദീജ പണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു എന്ന് അറിയാവുന്ന പോലീസുകാരൻ അവളുടെ മുകളിൽ ബലം പ്രയോഗിക്കാൻ തുടങ്ങി. അവൾ അതിനെ ചെറുത്തപ്പോൾ അവളുടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടുന്നു. ഖദീജ വേദന കൊണ്ട് പുളഞ്ഞു. കരഞ്ഞുകൊണ്ട് വേച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവൾ അവിടെ നിന്ന് വീഴുന്നു. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ അവളെ കാണാൻ പോലീസുകാർ വരുന്നുണ്ട്. അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് അവർക്കറിയില്ല എന്നും ഹോസ്പിറ്റലിലെ അവളുടെ ബില്ലെല്ലാം അവർ സെറ്റിൽ ചെയ്തു എന്നും പറയുന്നു. അവളുടെ ചാപിള്ളയുടെ ഖബറടക്കാൻ വേണ്ടി ചാപിള്ളയുടെ ഡെഡ് ബോഡി അവൾക്ക് കൊടുക്കാൻ അവർ ഹോസ്പിറ്റലിൽ സംസാരിച്ചു എന്നും പറഞ്ഞു. അവസാനം അവൾക്ക് ഇഫ്താർ പാർട്ടി നടത്താനുള്ള അനുവാദവും അവർ കൊടുക്കുന്നു. അപ്പോൾ ഖദീജ അവരെ എല്ലാവരെയും ഇഫ്താർ പാർട്ടിക്ക് ക്ഷണിക്കുന്നു. അബോഷനായ ഖദീജയുടെ ചാപിള്ളയെ ഒരു നേഴ്സ് കവറിലാക്കി അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇഫ്താറിന് സമൂഹത്തിലെ വലിയ ആൾക്കാരെ മാത്രം വിളിച്ചാൽ മതിയെന്നും നാട്ടുകാരെ വിളിക്കണ്ട എന്നും ഖദീജ ബിജിലിയോട് പറയുന്നു. അവർ രണ്ടുപേരും എല്ലാവർക്കും ഇൻവിറ്റേഷൻ നൽകുന്നുണ്ട്. ഇഫ്താറിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് അവളുടെ ആ പഴയ വീടിന്റെ പുറത്ത്. കാറ്ററിംഗുകാർ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഖദീജയും അവരെ സഹായിക്കാൻ വേണ്ടി അവിടെയുണ്ട്. ഖദീജയ്ക്ക് അവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ അവൾ തന്റെ മരിച്ചുപോയ കുട്ടിയുടെ ശരീരം കവറിൽ നിന്നെടുത്ത് ബിരിയാണിയുടെ അരി തിളയ്ക്കുന്ന വെള്ളത്തിലിടുകയാണ്. അവളുടെ ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അടുത്ത സീനിൽ ബിരിയാണിയുടെ ദമ്മിടുന്നത് നമുക്ക് കാണാം. ഖദീജ ഇഫ്താർ പാർട്ടിക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. സമൂഹത്തിലെ ഉന്നതരായ ആളുകളൊക്കെ ഇഫ്താർ പാർട്ടിക്ക് എത്തിയിരുന്നു. അവളുടെ എക്സ് ഹസ്ബൻഡും അവളെ ഉപദ്രവിച്ച പോലീസുകാരും അവളെ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് തള്ളിയിട്ട ചായക്കടക്കാരനും എല്ലാവരും ഉണ്ട് ഇതിൽ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോൾ ഇഫ്താർ തുടങ്ങുകയാണ്. നിസ്കാരത്തിന് ശേഷം ബിരിയാണി ദം പൊട്ടിച്ച് അതിഥികൾക്കൊക്കെ വിളമ്പുന്നു. എല്ലാവരും ആ ബിരിയാണി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഖദീജ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ബിജിലി ബിരിയാണി കഴിക്കാനിരുന്നു. ഖദീജ അയാളോട് അത് കഴിക്കണ്ട എന്ന് പറയുന്നു. അടുത്ത ദിവസം ബിജിലിയോട് ഖദീജ അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറയുന്നു. തെറ്റുകളെ തെറ്റുകൾ കൊണ്ടല്ല തിരുത്തേണ്ടതെന്ന് പറഞ്ഞ് അയാൾ അവളെ അവിടെ ഉപേക്ഷിച്ച് നടന്നു നീങ്ങുന്നു. ഖദീജ തൻ്റെ കയ്യിലെ ബാലൻസ് ഉള്ള പൈസയ്ക്ക് ബിസ്ക്കറ്റ് വാങ്ങി പട്ടികൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നു. അതിനുശേഷം ഖദീജ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കുന്ന നമുക്ക് കാണാം. ഇവിടെ ഈ മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ അവസാനം വേറൊരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. ഖദീജയും ഹസ്ബൻഡും ഇൻറ്റിമേറ്റ് ആകുന്നതാണ് ആ സീൻ. അതിൽ ഖദീജയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. മൂവിയുടെ തുടക്കത്തിലെ ഇൻറ്റിമേറ്റ് സീനിൽ അവളുടെ ഹസ്ബൻഡായിരുന്നു ഡോമിനേറ്റ് ചെയ്തത്. ആദ്യം മുതൽ ഖദീജ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സാധിച്ചിരുന്നില്ല. ഖദീജ പ്രഗ്നന്റ് ആയപ്പോൾ മുതൽ അവൾ പ്രോസ്റ്റിറ്റ്യൂഷൻ വിട്ട് കുട്ടിയുടെ കൂടെ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ പോലീസുകാർ കാരണം അവളുടെ ജീവിക്കാനുള്ള ഏക ആശ്രയമായ ആ കുട്ടിയും അവൾക്ക് നഷ്ടപ്പെട്ടു. അവളുടെ ജീവിതം ഇല്ലാതാക്കിയ എല്ലാവരുടെയും അടുത്ത് അവളുടെ ചാപിള്ളിയുടെ മാംസം തീറ്റിച്ച് ഖദീജ പ്രതികാരം വീട്ടുന്നുണ്ട്. കുട്ടി നഷ്ടപ്പെട്ടതോടെ ഖദീജയുടെ ജീവിക്കാനുള്ള ആഗ്രഹം നശിച്ച് അവളും ആത്മഹത്യ ചെയ്യുന്നു. ഖദീജ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. ഒരാൾ അനുഭവിക്കുമ്പോഴേ അയാൾക്ക് ആ ജീവിതത്തിൻ്റെ വിഷമം മനസ്സിലാകുകയുള്ളൂ. ഇങ്ങനെ ഒരു എൻഡ് നോട്ടോടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇതുപോലുള്ള സിനിമ ഇനിയും കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ മൂവിയുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.